അനന്തൻ ഫോൺ പരിശോധിച്ച പോലീസ് പോലും ഞെട്ടി. അത്രയും ക്രൂരമായ പീഡനം, മനോവൈകൃതം എന്ന് പറഞ്ഞാൽ അതിന്റെ പാരമ്യത്തിൽ പോയി നിൽക്കുകയാണ്. ആര്യ, രശ്മിയുടെ ഫോണിൽ നിന്നാണ് പോലീസിന് ഈ പ്രധാനപ്പെട്ട തെളിവായ ദൃശ്യങ്ങൾ ലഭിച്ചത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഒന്ന്, ഈ അതിലൊരു യുവാവിനെ കെട്ടിയിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അത് കെട്ടിത്തൂക്കിയിട്ട ശേഷം ജയേഷ് അതിക്രൂരമായി ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളാണ്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രശ്മിയാണെന്നും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ജയേഷിൻ്റെ അടി എന്ന് പറയുന്നത് കണ്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദനമാണ്. ഒരാളുടെ വാരിയലിന് രണ്ടു വശത്തും മാറി നിന്നുകൊണ്ട് അടിക്കുക, പിന്നീട് നടു ലക്ഷ്യമാക്കി അതിക്രൂരമായി ശക്തിയായി അടിക്കുക, അതിനുശേഷം കെട്ടിയിറക്കി താഴെ കിടത്തിയ ശേഷം മുട്ടിൽ കയറി നിന്നുകൊണ്ട് ലിവർ കൊണ്ട് മുട്ടടിച്ച് തകർക്കുക. ഈ രീതിയിലാണ് ഒരു യുവാവിനെ ഈ ജയേഷ് മർദ്ദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിക്രൂരമായ ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം രണ്ടുപേർക്ക് നേരെ ചെയ്യാൻ എന്താണ് ഇവരുടെ മോട്ടീവ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. എന്തിനാണ് ഇവർ ഇങ്ങനെ രണ്ടുപേരെ പല സമയത്തായിട്ട് ട്രാപ്പിൽപ്പെടുത്തി ആ വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പക ഇവരോടുണ്ടോ, അതല്ല ഇവരെ കെണിയിൽപ്പെടുത്തിയ ശേഷം മറ്റെന്തെങ്കിലും ലാഭം നേടാനുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് എന്തെങ്കിലും സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ മോട്ടീവ് അറിയേണ്ടതുണ്ട്. ഇതിനു മുൻപ് ഇവരുമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇതിന് ഈ പ്രതികളെ സഹായിക്കുന്ന മറ്റേതെങ്കിലും ശക്തികളുണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഇരയാക്കപ്പെട്ടവർ നൽകിയിരിക്കുന്ന മറ്റൊരു സൂചന എന്ന് പറയുന്നത് ഈ വീട്ടിൽ ആഭിചാര രീതിയിലുള്ള ക്രിയകൾ നടക്കുന്നതായി സംശയമുണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇവരെ പല ദിവസങ്ങളായി ട്രാപ്പിൽപ്പെടുത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മർദ്ദിച്ചത് എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പത്തനംതിട്ട ഇലന്തൂരിലൊക്കെ ഉണ്ടായ സംഭവം നമുക്കറിയാം. ഇതുപോലെ ഒരു ഒഴിഞ്ഞ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് മറ്റൊരു രീതിയിൽ ഇമേജ് ഉണ്ടായിരുന്ന ഒരു വീട്ടിലാണ് അതിക്രൂരമായ കൊലപാതകങ്ങൾ അന്ന് നടന്നത്. അപ്പോൾ പുറമെ ആൾക്കാർക്കൊരു സംശയം തോന്നാത്ത വ്യക്തികൾ, ആ വ്യക്തികൾക്ക് ഈ കാണാമറയത്ത് അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ദുരൂഹമായ പ്രവൃത്തികൾ ഇവർക്കുണ്ടോ എന്നുള്ള കാര്യം ഇനി അറിയേണ്ടതുണ്ട്. അപ്പോൾ അടിമുടി ദുരൂഹതയാണ് ഈ സംഭവത്തിൽ. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ മുന്നിൽ ഈ യുവാക്കൾ പറഞ്ഞ അവർ നേരിട്ട അനുഭവവും ഈ രശ്മിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഫോണിലെ ദൃശ്യവും മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഇനി ഇവർ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവർ ഇതിനു മുൻപ് ഈ വീട്ടിലെ സന്ദർശകർ അടക്കമുള്ള വസ്തുതകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെളിവെടുപ്പ് നിർണായകമായി മാറുന്നത്.